ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും എൻ്റെ റംസാൻ മുബാറക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ റംസാനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇന്ന് പോവാണ്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴേക്കും എനിക്ക് നല്ല പനി പിടിച്ചു. പിന്നെ അങ്ങനെ എഡിറ്റിങ് നീണ്ടിങ്ങനെ പോവുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ ഒന്നും എത്തുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു റംസാന് എനിക്ക് സ്പെഷ്യലായിട്ടുള്ളതാണ്, അതുപോലെ ചെറിയൊരു സങ്കടം തരുന്നതുമാണ്. സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെയും ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ റംസാനാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 3 ഇയറായി, പക്ഷേ ഒരുമിച്ചിട്ട് നമുക്ക് ഇപ്പോഴാണ് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വിഷമം എന്താണെന്ന് വെച്ചാൽ നാടും വീടും വിട്ടിട്ടുള്ള ആദ്യത്തെ റംസാനായിരുന്നു ഇത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നെസ്റ്റോയിലേക്ക് പോകുന്നത്. റംസാനായിട്ട് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കഴിഞ്ഞോ എന്നറിയില്ല. കാരണം നമ്മൾ റംസാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോട്ടോ. 1:30 ആയപ്പോഴത്തേന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വൈറ്റ് ബോൾസ് ഞാൻ തേടി നടക്കുകയായിരുന്നു. അപ്പോൾ അതങ്ങനെ 3 കോംബോ ആയിട്ട് കണ്ടപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ചില പാത്രങ്ങൾക്ക് ഓഫേഴ്സ് ഉണ്ടായിരുന്നു, എന്നാൽ ചിലതിന് ഓഫേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളുടെയൊക്കെ കുറച്ചും കൂടി കളക്ഷൻസ് എനിക്ക് തോന്നിയത് ബിലോ ടോയിലാണ് കേട്ടോ. എനിക്കെന്തോ അവിടുത്തെയാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളൂ, യൂസ് ചെയ്തതിന് ശേഷം പറയാം. ഫ്രൈ പാൻ്റെ സെറ്റായിട്ട് ഞാൻ നോക്കി നടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഫർ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ പിന്നെ ടൈം പോകുന്നതേ അറിയില്ല. നമ്മൾ ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ഗ്ലാസ് ജാറിൻ്റെ സെക്ഷന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പണ്ട് വീട്ടിലെപ്പോഴും ഈ ഒരു ടാങ്ക് ടിൻ ഉണ്ടാവും, പക്ഷെ ഇപ്പം അധികം അങ്ങനെ യൂസ് ആക്കലില്ല. എന്തോ അതിനേക്കാളും പുതിയ ഐറ്റംസ് വന്നതുകൊണ്ടായിരിക്കും അതങ്ങനെ അധികം എൻ്റെ വീട്ടിലങ്ങനെ യൂസ് ആക്കലുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫ്രഷ് മീനുകളും പിന്നെ കേക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ റംസാനിന് ഞാൻ ഡിഗിൻ മൈ ലൈഫ് ഓരോ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ റംസാൻ എന്തായാലും എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം കഴിഞ്ഞ റംസാനിനെ ഒരു ആദ്യത്തെ 10 വരെ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഭയങ്കര മടിച്ചിട്ട് മാറി. ഈ റംസാനിന് പിന്നെ ഒറ്റക്കാണ്, പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നറിയായിരുന്നു. പക്ഷേ എന്നാലും 1-2 ഡിഗിൻ മൈ ലൈഫ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാലും ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, വഴിയെ നോക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോസ് റെക്കമെൻഡേഷനിലേക്ക് പോവുള്ളൂ, അങ്ങനെ വ്യൂസ് വരുള്ളൂ. അപ്പോൾ എന്തായാലും അത് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ താഴത്തെ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കാനുണ്ടായിരുന്നു. ചപ്പൽസൊക്കെ അത്യാവശ്യം നല്ല ഓഫർ റേറ്റിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല ചെരുപ്പ് പൊട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സുള്ള കളക്ഷന് എനിക്ക് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളുടെയും നല്ല കളക്ഷൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോയ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബിലോ ടൂയിലാണ് കുറച്ചുകൂടി ടോയ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐറൂസിന് സൈക്കിൾ ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗിൾസും ഇയറിങ്സും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസും ബാഗ്സൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളക്ഷന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പ്രത്യേകിച്ച് ന്യൂ ബോൺ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയുണ്ട് കേട്ടോ. നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതുണ്ട്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് ചെയ്തിട്ട് നേരെ പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഇതിന് സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ സമയം പോകുന്നതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോമ്പുള്ളതല്ല, അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. പിന്നെ റൂമിലെത്തിയതിന് ശേഷം ഫുള്ള് കിച്ചണിലോട്ടാണ് ഇരുന്നു. നോമ്പ് തുറക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഐറൂസ് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഖുർആൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്കത് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഖത്തമൊക്കെ കംപ്ലീറ്റ് ആക്കാനുള്ളതല്ലേ, ഞാൻ ഫോണിലാണ് ഓരോ ജ്യൂസ് അങ്ങനെ തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് വാങ്ങി. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രയർ മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
എനിക്ക് ഈ മുസല്ല ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല കളറുമാണ്, അതുപോലെ തന്നെ ഒരു വെൽവെറ്റ് ആയിട്ട്. ഞാനത് ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ഈ ഒരു മോഡൽ. അപ്പോൾ നെസ്റ്റോയിൽ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് റെഡ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ നീലയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വാങ്ങിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇതിനെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ബൗളാണ്. നമ്മൾ കറി കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ബൗൾസ്. ഞാൻ കുറേ തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേസ് റോളാണ്. ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. പിന്നെ അധികം റേറ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും അത് വാങ്ങി. അങ്ങനെ അവിടെ മോഡലിൽ ബ്ലാക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ബ്ലാക്കാണെന്ന് വിചാരിച്ചെടുത്തതാണ്. പക്ഷേ എനിക്ക് വൈറ്റിനോട് തന്നെയാണ് താല്പര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ അത് വൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ മോഡൽ. കേസ് റോളിൽ തന്നെ പല മോഡൽസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി വലിയ ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒതുങ്ങുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ കുറച്ചും കൂടി സൂമായിട്ട് കണ്ടാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു കേസ് റോളാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. 2 റിയാലോ അതിൻ്റെ താഴെയാണ്. കറക്റ്റ് ഓർമ്മയില്ല. അതാണ് ഈ കറക്റ്റ് റേറ്റ് പറയാത്തത് കേട്ടോ. പിന്നെ ഇത് ഐറോസിന് വേണ്ടി വാങ്ങിയതാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇതവിടെ മോഡലിന് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഇതിലൊരു കപ്പ്, സോസർ, അതുപോലെ തന്നെ സ്പൂണ്, ഫോർക്ക്, പ്ലേറ്റ്, അങ്ങനെ ഒരു സെറ്റാണ് വരുന്നത്. ഇതൊരു വെയിൽ തീമിലാണ്, നമ്മളെ തിമിംഗലത്തിൻ്റെ തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ സംഭവം ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഇതാ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു 6 പീസസ് വരുന്ന കണ്ടെയ്നേഴ്സാണ്. ഞാൻ നാട്ടിൽ നിന്ന് മീഷോയിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 16 പീസസ് ആയിരുന്നു. പക്ഷെ അത് വലുത്, പിന്നെ അതിനേക്കാളും ചെറുത്, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനത്തെ 6 പീസുള്ളത് വാങ്ങി. പിന്നെ ഇതാ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു വാട്ടർ ചെക്കാണ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ജ്യൂസ് ആണെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ക്യൂട്ടായിട്ട് കണ്ടപ്പോൾ അതെടുത്തു. പിന്നെ ഗ്ലാസിൻ്റെ ഒരു സെറ്റാണ്, 6 ഗ്ലാസ് വരുന്ന ഒരു സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ആൻഡ് ഇത് വന്നിട്ട് എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് വാങ്ങിയതിൽ. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റ് കിട്ടണമെന്ന്. ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇത് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ വന്നിട്ട് ഒരു ഫ്രൈ പാന്, അതുപോലെ തന്നെ ഒരു സോസ് പാന്, പിന്നെ ഒരു ബിരിയാണി പോട്ട്, അങ്ങനെ 3 ഐറ്റംസാണ് വരുന്നത്. നമുക്ക് കാണുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമായിട്ടാണ് തോന്നുന്നത്. ഇനി യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാം അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി വരുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അത് നമുക്ക് യൂസ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും കാണാൻ എന്തായാലും 10 മാർക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് അത്യാവശ്യത്തിന് വെയിറ്റ് ഉണ്ട് കേട്ടോ. പിടിക്കുമ്പോൾ ചിലത് ഇങ്ങനത്തെ വെയിറ്റ് ഇല്ലാത്തതുണ്ടാവും. പക്ഷേ ഇത് പിടിക്കുമ്പോൾ അത്യാവശ്യത്തിന് വെയിറ്റുള്ള പോലെ തോന്നി. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ഈ ഒരു ഐറ്റം കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് അരിപ്പ, കത്തി, പിന്നെ നമ്മൾ പിടിക്കാനുള്ള പക്കട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, ഈ ഒരു കൊട്ട, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഉള്ളി, ഉരുളൻകിഴങ്ങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ലെയർ ഉള്ളത് നോക്കി ഞാൻ, പക്ഷേ കണ്ടില്ല. പിന്നെ ഈ ഒരു വൈറ്റ് ഇഷ്ടമായപ്പോൾ അങ്ങനെ അത് വാങ്ങി. ഇതാണ് ഐറോസിന് വാങ്ങിയിട്ടുള്ള സൈക്കിള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.